മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ഒരു മീൻ കറിയാണ്. ഇതിൽ നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്നവർക്കായി ഒരു ടിപ്പും പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരയ്ക്ക് കാണൂ. വരും, ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 10 വറമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുക. പിന്നീട് ഒരു 1.5 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, അതും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊടിയണം, അതാണ് അതിൻ്റെ സ്റ്റേജ്. ഇവിടെ മല്ലി റെഡി ആയിട്ടുണ്ട്. നമ്മളതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അത് ചൂടാറിയതിനു ശേഷം നമുക്കത് പേസ്റ്റ് ആക്കി എടുക്കണേ. ഇതാ ഒരു പാത്രത്തിൽ, നിങ്ങൾ ഏത് പാത്രം ഉപയോഗിക്കുന്നത് അതിലേക്ക് കേട്ടോ. അതിലൊരു 3 പച്ചമുളക്, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 2 പുളിയുള്ള തക്കാളി. അതിന് ശേഷം നമ്മളിതാ മല്ലി, മുളക്, കുരുമുളകെല്ലാം ഫ്രൈ ചെയ്തില്ലേ, അതിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി. ഞാനിവിടെ ചെറിയ ലെമണിൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതും പിഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല പുളിയുടെ പച്ച സ്മെല്ല് പോകുന്നവരേക്ക് തിളപ്പിച്ചെടുക്കാം. ചട്ടി ഉപയോഗിക്കുന്നവർക്കായുള്ള ടിപ്പ്: നമ്മൾ ഒരിക്കലും കഴുകി നനവോടുകൂടി ഡയറക്റ്റായിട്ട് സ്റ്റവിൽ വെക്കരുത്. ആ ചൂട് തട്ടുമ്പോൾ അത് പെട്ടെന്ന് ക്രാക്കാവുന്നത്. ചട്ടി കഴുകി നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങളത് സ്റ്റവിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്കത് ക്രാക്കാവില്ല. ഇവിടെ നമ്മുടെ പുളിയെല്ലാം തിളച്ച് അതിൻ്റെ റോ സ്മെല്ലെല്ലാം പോയി. ഇനി നമ്മൾക്കതിൽ മീനിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി നമ്മളതിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ മീനിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ആ മീനിലേക്ക് ആ പുളി, എരിവ് എല്ലാം നല്ല ഇറങ്ങി നമുക്ക് ഉടനെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് ആ ചട്ടിയും ചൂടുണ്ടാവും. ഈ മീനിനും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ് നമ്മുടെ. അപ്പോൾ കയ്യിലിട്ട് അധികം ഇളക്കാതെ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം. നമ്മളൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് മതി. ആ സമയം കൂടെ നമുക്ക് വറുത്ത് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും അതിട്ട് നല്ല ഗോൾഡൻ ബ്രൗണിലാക്കി നമുക്ക് വറുത്തെടുക്കാം. നോക്കൂ, ഇതുപോലെ. അതിനുശേഷം അത് അരച്ച് നമുക്ക് ഒഴിക്കാം. ഇപ്പോഴും ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. അത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഇത് കയ്യിലിട്ട് ഇളക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് തിളച്ചാൽ മതി. മീനെല്ലാം നല്ല സെറ്റായി. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം.
അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും. അതിലേക്ക് ഒഴിക്കാം. ഇതാ നോക്കൂ, നമ്മുടെ ഫിഷ് കറി റെഡി. എല്ലാവരും ഈ മെത്തേഡിലൊന്നും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കൂ. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപാര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്. താങ്ക്സ് ഫോർ വാച്ചിങ്.